ഒരു ചായ വിൽപ്പനക്കാരനിൽ നിന്ന് പ്രധാനമന്ത്രിയിലേക്ക്. ഇതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ഒരു റെയിൽവേ സ്റ്റേഷനിലെ ചായ വിൽപ്പനക്കാരൻ എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പണമില്ല, കുടുംബ രാഷ്ട്രീയ ശക്തിയില്ല, ശുപാർശയില്ല. എന്നിട്ടും ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അത് ഭാഗ്യം മാത്രമായിരുന്നു, അതോ മറ്റെന്തെങ്കിലുമായിരുന്നു? നരേന്ദ്രമോദി തന്നെ പറയുന്നു, ഞാൻ ഒരു ചായ വിൽപ്പനക്കാരനായിരുന്നു, ഞാൻ വിശപ്പ് സഹിച്ചു, ഞാൻ യാചിക്കുക പോലും ചെയ്തു. എന്നാൽ ദൈവം ഉയർത്താൻ ആഗ്രഹിക്കുമ്പോൾ ഒരു നിസ്സഹായതയ്ക്കോ ദാരിദ്ര്യത്തിനോ സാഹചര്യങ്ങൾക്കോ അവനെ തടയാൻ കഴിയില്ല. ദാനിയേലിൻ്റെ പ്രവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ജനങ്ങൾ രാജാക്കന്മാരെ സൃഷ്ടിക്കുന്നു, പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നവൻ മാത്രമേ രാജാവാകൂ. ബൈബിൾ പറയുന്നു, ദാനിയേലിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. ഇതാണ് ദൈവത്തിൻ്റെ പരമാധികാരം. ഇന്ന് നിങ്ങൾ തകർന്നിരിക്കാം, ഒരുപക്ഷെ ആളുകൾ നിങ്ങളെ നിരസിച്ചിരിക്കാം. പക്ഷെ ഓർക്കുക, ദൈവം എളിമയുള്ളവരെ മാത്രമേ ഉയർത്തുന്നുള്ളൂ. ചായ വിൽപ്പനക്കാരനെ രാജാവാക്കാൻ കഴിയുന്ന അതേ കർത്താവിന് ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം വലുതായിരിക്കുമ്പോൾ സ്വയം ചെറുതാണെന്ന് കരുതരുത്. നന്ദി, നമസ്കാരം.